ആദ്യമായി ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ പ്രിയങ്കരനുമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഹരിപ്പാടിൻ്റെ മണ്ണിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഹാർദവമായി സ്വാഗതം ചെയ്യാൻ അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിയിട്ടുള്ള ജാഥാംഗങ്ങൾ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കം മുഴുവൻ നേതാക്കന്മാരെയും ഈ മണ്ണിലേക്ക് ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ യാത്ര കേരള രാഷ്ട്രീയത്തിൽ വൻപിച്ച ചലനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വരുത്തിയിട്ടുള്ളത് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ഈ അവസരം ലഭിക്കും. എന്നും ഐക്യജനാധിപത്യ മുന്നണിക്ക് കരുത്തും ആവേശവും നൽകുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. എന്നും അങ്ങനെ തന്നെയാണ്. ആദരണീയരായ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള മഹാന്മാരായ നേതാക്കന്മാർ, അവരുടെ എല്ലാം പേര് ഞാൻ ഇവിടെ പറയുന്നില്ല. പാണക്കാട്ടെ തങ്ങന്മാരുടെ നേതൃത്വത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്നും സമാധാനത്തിന്റെയും ശാന്തിയുടെയും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സന്ദേശങ്ങൾ വാരി വിതറിക്കൊണ്ട് മുന്നോട്ട് പോയ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ബാഫയ്ക്ക് തങ്ങളുടെ കാലം മുതൽ ഇന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാലം വരെയുള്ള ഈ ചരിത്രം യോജിപ്പിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചരിത്രമാണ്. കേരള സമൂഹത്തിൽ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ ആരെക്കാൾ കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്, ഏത് കക്ഷിയേക്കാൾ കൂടുതൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിലും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവർക്കും നല്ല സന്ദേശം നൽകാനും ഈ നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനും വേണ്ടി മഹാനായ ശിഹാബ് തങ്ങൾ നടത്തിയ പ്രഖ്യാപനം ഇന്നും കേരളീയ സമൂഹം ഓർക്കുന്ന ഒന്ന് തന്നെയാണ്. മതസൗഹാർദ്ദത്തിനും യോജിപ്പിനും ഐക്യത്തിനും കേരളീയ സമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്കും വേണ്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിന്റെ നേതാക്കന്മാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, ഞങ്ങൾ നിയമസഭയ്ക്കകത്താണെങ്കിലും മന്ത്രിസഭാ യോഗത്തിലാണെങ്കിലും കേരളത്തിന്റെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന പരിശ്രമങ്ങളെ വളരെയധികം ഉന്നതമായ നിലയിൽ തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ നമ്മുടെ ക്യാബിനറ്റിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ക്യാബിനറ്റിൽ ഒരു മതേതരവാദി ആരാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് എന്ന് ഞാൻ ഓർക്കെ പറയും. മറ്റാരേക്കാൾ കൂടുതൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഇതര സമുദായങ്ങളുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാനും മതേതരത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും വളരെ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തോടൊപ്പമുള്ള 4 മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ET മുഹമ്മദ് ബഷീർ ഉണ്ട്. അതോടൊപ്പം അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തും അതേ നിലപാട് തന്നെയാണ് എടുത്തു പോന്നിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഇബ്രാഹിം കുഞ്ഞാണെങ്കിലും മറ്റ് മന്ത്രിമാരാണെങ്കിലും ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകൾ കേരളീയ സമൂഹത്തിന് എന്നും ഉയർത്തിപ്പിടിക്കാവുന്ന മതേതര നിലപാടുകൾ തന്നെയാണ്. സ്വാഭാവികമായി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് മതന്യൂനപക്ഷങ്ങൾക്കുള്ള അധികാര അവകാശങ്ങൾ. അത് ഇന്ത്യയിലെ ഭരണഘടനയിലുള്ള കാര്യമാണ്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭരണഘടന ഉറപ്പു നൽകുന്ന അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരിക്കലും വർഗീയതയല്ല. ഈ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളുടെ സംരക്ഷണമാണ്, ഭരണഘടനയുടെ സംരക്ഷണമാണ്. ആ സംരക്ഷണം നടത്തുമ്പോൾ അതിനെ വർഗീയ പ്രീണനമായും മതേതര വിരുദ്ധമായി ചൂണ്ടിക്കാണിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അടക്കമുള്ള ആളുകളാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, 5 വർഷക്കാലം കേരളത്തിലെ UDF ഈ നാട്ടിൽ നടത്തിയ വൻപിച്ച വികസന കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. ഈ ഹരിപ്പാട് മണ്ഡലത്തിൽ നടന്ന വികസനം മാത്രം നോക്കിയാൽ മതി. കേരളത്തിലെ
ഐക്യജനാധിപത്യ മുന്നണിയുടെ വൻപിച്ച വികസന കാര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വേദിയിലിരിക്കുന്ന എല്ലാ മന്ത്രിമാരും, ഈ വേദിയിലുള്ള UDF-ന്റെ നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ MLA-മാർ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഈ വികസനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളത്. ആ ചരിത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. UDF-നെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ നമ്മൾ നടന്നു വരുന്നുണ്ട്. പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, കേരളത്തിലെ UDF ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും അതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിനെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരുമിച്ച് കേരളത്തിലെ UDF മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. UDF-ൽ തർക്കമുണ്ടായാൽ, UDF-ൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഞാൻ 9 വർഷം KPCC പ്രസിഡന്റ് ആയിരുന്നു. എന്റെ അനുഭവം, UDF-ലെ തർക്കങ്ങൾ പരിഹരിക്കാൻ ഞങ്ങളെക്കാളൊക്കെ മുൻകൈയെടുക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. ഒരു പ്രശ്നവുമില്ലാതെ UDF-നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുസ്ലിം ലീഗും എടുക്കുന്ന ഉന്നതമായ രാഷ്ട്രീയ നിലപാടുകൾ കേരള സമൂഹം എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ്. അതാണ് ഒരു രാഷ്ട്രീയ സത്യസന്ധത. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ സത്യസന്ധമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാനും ഉള്ള കാര്യങ്ങൾ ഉറക്കെ പറയാനും എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം, നമ്മുടെ കേരളത്തിന്റെ ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇന്ന് UDF-നെ തകർക്കാൻ, ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ പല ശക്തികളെ ശ്രമിക്കുകയാണ്. അവർക്കെല്ലാം അതിന്റെ പിന്നിൽ ഓരോ അജണ്ടകളുണ്ട്. ഈ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനും ആര് വിചാരിക്കാനും കഴിയില്ല എന്ന് നമുക്ക് ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കേണ്ട സന്ദർഭം കൂടി തന്നെയാണിത്. ഇന്ന് ഈ രാജ്യത്ത് മാർക്സിസ്റ്റ് പാർട്ടി അനുദിനം തകരുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ബംഗാളിൽ ഒരിക്കലും ഇനി തിരിച്ചു വരാത്ത അഗാധ ഗർത്തത്തിലേക്ക് ആ പാർട്ടി തകർന്ന് വീണിരിക്കുന്നു. കേരളത്തിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭരണം തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ആദരണീയരും ബഹുമാനീയരുമായി ജാഥയുടെ ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വർഷങ്ങളുടെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് 1982 അസംബ്ലിയിലേക്ക് വരുന്നത്. അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധം എന്നും ഞാൻ MP ആയപ്പോഴും MLA ആയപ്പോഴും KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എന്ന് ഞങ്ങൾ പരസ്പരം ഊഷ്മളമായി തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നാളെയും അത് തന്നെ മുന്നോട്ട് പോകും. അത് രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള യോജിപ്പും ഐക്യവും തന്നെയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ചെറിയ തോതിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ 9 വർഷക്കാലം KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ മുന്നണിയെ ബുദ്ധിമുട്ട് ആക്കാതെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ നാടിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ ആഗ്രഹമാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ, ഈശ്വര വിശ്വാസികളായ ജനങ്ങൾ, മതേതര വിശ്വാസികളായ ജനങ്ങൾ പ്രതീക്ഷയോടെ കാണുന്നത് ഏക പ്രസ്ഥാനം UDF ആണ്. ആ UDF-ന്റെ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നുചേർന്ന എല്ലാ നേതാക്കന്മാരും, ഞാൻ പേര് പറഞ്ഞാൽ എല്ലാവരുടെയും പറയണം, അത് സമയമില്ല, എല്ലാ നേതാക്കന്മാരെയും. ഈ യാത്ര ഓരോ ദിവസവും എനിക്ക് വൈകുന്നേരം പോലീസ് റിപ്പോർട്ട് കിട്ടാറുണ്ട്, രാവിലെയും കിട്ടാറുണ്ട്. ഒരു കാര്യം എനിക്ക് ഇവിടെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ യാത്രകളിൽ ഏറ്റവും വലിയ യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത് എനിക്ക് പറയാനുള്ളത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എനിക്ക് കിട്ടുന്ന പോലീസ് റിപ്പോർട്ടിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഉൾപ്പെടെ എനിക്ക് ലഭിക്കാറുണ്ട്. നിസ്സംശയം പറയാൻ കഴിയും, കേരളത്തിലെ UDF-ന് ആവേശവും കരുത്തും പകർന്നുകൊണ്ട് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തുന്ന ഈ അശ്വമേധ യാഗത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.